അങ്ങനെ ആ അഴുക്കും BJP-യിൽ വന്നടിഞ്ഞു. BJP-യുടെ നേതൃത്വം പറയാണ് നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂണായിട്ടിരിക്കും. പ്യൂൺ പണി മാത്രമല്ല, പാർട്ടി ഓഫീസ് തൂത്തുവാരുന്നവന്റെ ചന്തി വേണമെങ്കിലും ഇനി കഴുകി കൊടുക്കും. അതാണ് PC. കാര്യം കാണുവാൻ അപ്പാപ്പനെ പോലും അപ്പ എന്ന് വിളിക്കും. ഫ്രാങ്കോയെ വരെ അപ്പ എന്ന് വിളിച്ച മുതലാണ് എന്നോർക്കണം. അങ്ങനെ ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആരും വാരി മാറ്റിക്കൊണ്ടുപോകുവാൻ അറച്ചിരുന്ന ആ ഐറ്റവും BJP-യിൽ തന്നെ ചെന്ന് അടിഞ്ഞു. ദേശീയ തലത്തിൽ മോദിജിയുടെ നേതൃത്വത്തിൽ BJP വളരുകയും തിളങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കൊള്ളാവുന്ന ആരും തന്നെ BJP-യിലേക്ക് നേതൃത്വ നിരയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണം കണിച്ചിക്കുളങ്ങര ജനതാദൾ നേതാക്കളുടെ കുത്തിത്തിരുമ്പും കുഴിത്തിരുമ്പ് പരിപാടികളും കൊണ്ടാണ്. അവർക്ക് തന്നെ ഒരു ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് വെറും അമേദ്യങ്ങളെ തേടി പിടിച്ചെടുത്ത് പദവികൾ കൊടുത്തു കൊണ്ടുവരുന്നത്. ഒരിക്കലും പുതിയ കക്ഷികൾ ഇവർക്ക് ഒരു പാരയാകരുത്. അതുകൊണ്ട് എന്തുവേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP വളർന്നു പന്തലിക്കുമ്പോൾ കേരളത്തിൽ മാത്രം BJP-യുടെ വളർച്ച പിന്നോട്ട് പോവുകയാണ്. അടുത്ത കാലങ്ങളിൽ ഇവർ എടുത്ത ഒരൊറ്റയാൾ പോലും യാതൊരു വിധത്തിലും ജനങ്ങളെ സ്വാധീനിക്കുവാൻ ശേഷിയില്ലാത്തവരാണ്. ഇവരെങ്ങനെയാണ് ഇത്രയും തെരഞ്ഞുപിടിച്ച് ഇത്രയും വൃത്തികെട്ടവന്മാരെ എടുത്തുകൊണ്ട് പോകുന്നത് എന്നതാണ് അത്ഭുതം. ഉദാഹരണത്തിന് അനിൽ ആന്റണി, അനിലിൻ്റെ അപ്പനും അമ്മയും പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ, കൂടെ നിൽക്കുമോ? ദേവൻ കൂടെ കൊണ്ടു നടക്കുന്ന ഡ്രൈവർ പോലും വോട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമോ? മേജർ രവി, അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവാസി പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? ഇവരാരെങ്കിലും തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് കെട്ടിവെച്ച കാശ് കിട്ടിയാൽ അന്ന് ഞങ്ങൾ 10 ലക്ഷം രൂപ സമ്മാനമായി നൽകും. ഈ ഓഫർ കുറിച്ച് വെക്കാവുന്നതാണ്. ഇനി PC ജോർജിലേക്ക് വരാം. ഒപ്പം സൈഡുവാരം പമ്മി വരുന്ന മകനിലേക്കും. പ്ലാന്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജ് ഇപ്പോൾ വയസ്സ് 73 കഴിയുന്നു. 1980-ലാണ് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി വിജയിച്ച് നിയമസഭയിലെത്തുന്നത്. കഴിഞ്ഞ 43 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം 9 തവണ മത്സരിച്ചു, 7 പ്രാവശ്യം വിജയിച്ചു. എന്നും അധികാരത്തോട് ഒട്ടിനിൽക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം ഒരേ മണ്ഡലത്തിൽ പാർട്ടികൾ ചാടിച്ചാടി നിന്ന് സീറ്റ് ഉറപ്പിച്ചു. മണ്ഡലത്തിലെ ജനങ്ങൾ വെറും മണ്ണുണ്ണികളാണ് എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമല്ലേ ഇത്? ഒടുവിൽ അവർ അവരുടെ തെറ്റുതിരുത്തി എടുത്ത് PC-യെ കരക്കിരുത്തി. 1996 മുതൽ 2016 വരെ തുടർച്ചയായി 5 പ്രാവശ്യം PC ജയിച്ചു. എന്നാൽ PC-യുടെ തനിനിറം മനസ്സിലാക്കി ജനങ്ങൾ അദ്ദേഹത്തെ കഴിഞ്ഞ തവണ 8 നിലയിൽ പൊട്ടിച്ചു. സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ വിജയിപ്പിച്ചു. അതാരാണെന്ന് പോലും ആളുകൾക്കറിയത്തില്ല. പക്ഷേ PC-യോടുള്ള കടുത്ത എതിർപ്പ് മൂലം അവർ കിട്ടിയ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് തനിക്കിനി ആയുഷ്കാലം കിട്ടില്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വോട്ടും BJP അനുഭാവികളുടെ വോട്ടും കൂടി കിട്ടിയാൽ ജയിക്കാമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ BJP-യിലേക്ക് ചാടിയിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. BJP നേതൃത്വവും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് PC ശബരിമല വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയം അതിന് അനുകൂലമായ നിലപാടെടുത്തത്, മുസ്ലിങ്ങളെ കടന്നാക്രമിച്ചത്. ശബരിമല വിഷയത്തിന് ശേഷം BJP-യുടെ പത്തനംതിട്ടയിലെ വോട്ട് ബേസ് വർദ്ധിച്ചിട്ടുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. ഈ വോട്ടുകളും ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള വോട്ടുകളും കൂടി ലഭിച്ചാൽ ഇത്തവണ എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്നതാണ് ഇരു കൂട്ടരുടെയും കണക്കുകൂട്ടൽ. ഇനി വരും ദിവസങ്ങളിൽ ഹൈന്ദവ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുവാൻ മുസ്ലിം സമുദായത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള PC-യുടെ വർഗീയ നാവാട്ടത്തിന് നമുക്ക് സാക്ഷികളാകാം. അതുപോലെ ക്രൈസ്തവ സഭകളുടെ അപ്പോസ്തോലനായും ഈ വേതാളം അവതരിക്കും. ഇനി താങ്ങാൻ ആളുള്ളതുകൊണ്ട് നാവിൻ്റെ വീര്യം കൂടുകയും ചെയ്യും. തുടക്കം മുതൽ കുതികാലുവെട്ടി എന്ന പദത്തിൻ്റെ പര്യായപദമാണ് PC ജോർജ് എന്ന് മനസ്സിലാക്കാം. 1977 തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ VJ ജോസഫിനെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന കാരണത്താൽ കേരള കോൺഗ്രസ് M-ൽ നിന്ന് എടുത്ത് പുറത്തു കളഞ്ഞു. പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് ആ പാർട്ടിയുടെ ലീഡർ സ്ഥാനം വഹിച്ചു. 2004 മെയ് 31 വരെ ജോസഫ് ഗ്രൂപ്പിലായിരുന്നു. ജോസഫാണ് ദൈവം എന്നായിരുന്നു അന്ന് പറഞ്ഞ് നടന്നിരുന്നത്. ഒടുവിൽ ജോസഫിൻ്റെ തന്തയ്ക്ക് വിളിച്ച് ഇറങ്ങി പുതിയ മുന്നണി ഉണ്ടാക്കി. അങ്ങനെയാണ് കേരള കോൺഗ്രസ് സെക്യുലർ രൂപീകരിച്ചത്. ആ സമയത്ത് PC ജോർജ് LDF-ന്റെ ഭാഗമായിരുന്നു. അന്നു മുതൽ ഇടതുപക്ഷത്തിൻ്റെ പെട്ടി ചുമന്ന് നടന്നു. അച്യുതാനന്ദൻ അച്ഛനാണെന്ന് പറഞ്ഞു നടന്നു. അതിനുശേഷം സെക്യുലർ പാർട്ടി കേരള കോൺഗ്രസ് M-ൽ ലയിച്ച് UDF അംഗമായി. മാണിയുടെ പെട്ടി ചുമന്നു.
മാണി സാറാണ് എൻ്റെ അപ്പൻ എന്ന് അന്ന് പറഞ്ഞു. പിന്നെ മാണിയെയും മോനെയും തെറി പറഞ്ഞ് അവിടെ നിന്നും പുറത്തായി. 2016 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എല്ലാ മുന്നണികൾക്കിട്ടും പണി കൊടുത്ത് വിജയിച്ചു. 2017 ഇനി ഒരൊറ്റ പാർട്ടിയിലും കയറ്റില്ല എന്ന സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം കേരള ജനപക്ഷം എന്ന പാർട്ടിക്ക് രൂപം കൊടുത്തു, സ്വയം അധ്യക്ഷനായി. അന്ന് പിണറായിയാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊപ്പം നിന്നു. ഉമ്മൻചാണ്ടിയെ തെറി വിളിക്കാനും മറന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെ വീട്ടിൽ ചൊറിയും കുത്തി ചക്രപ്പെണ്ണിനെയൊക്കെ വിളിച്ചിരിക്കുമ്പോഴാണ് പിടിവള്ളിയായി BJPയിലേക്ക് ക്ഷണം കിട്ടിയത്. കേരളത്തിൽ ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യൻ വിരോധം ആളിക്കത്തിക്കുവാൻ ഇനി PC-യുടെ എല്ലില്ലാത്ത നാവ് മുതൽക്കൂട്ടാകും എന്ന് BJP നേതൃത്വം കരുതുന്നു. പലരെയും ചൊറിയുവാനുള്ള ഒരു ചൊറിയണമായി വളർത്തിക്കൊണ്ടുവന്ന ഒരു മാധ്യമ സൃഷ്ടിയായിരുന്നു ഈ PC ജോർജ്. ഏതാണ്ട് MM മണിയെപ്പോലെ. ഇയാളുടെ നാക്കുകൊണ്ടുണ്ടാക്കിയ പുകലുകൾ ചെറുതൊന്നുമല്ല. ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി അനാശാസ്യം നടത്തുന്നത് നേരിൽ കണ്ടു എന്ന് പറഞ്ഞ നരാധമനാണ് ഈ PC ജോർജ്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് ജനങ്ങളുടെ പ്രതികരണം ആരായുന്നത് താഴെ പറയുന്ന വിഷയങ്ങളിലാണ്. ഒന്ന്, PC ജോർജിന്റെ BJP പ്രവേശനത്തിനോട് ലോകമെമ്പാടുമുള്ള പ്രബുദ്ധരായ മലയാളികൾ എങ്ങനെ പ്രതികരിക്കുന്നു? PC ജോർജിന്റെ BJP പ്രവേശനത്തിനോട് ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രതികരണം എന്താണ്? കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രത്തിൽ കിടന്ന് അളിഞ്ഞു നാറിയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറുകണ്ഠങ്ങൾ ചാടുന്ന ഈ അവസരവാദിയെയും കൂടെ പോയ മകനെയും എടുത്തതുകൊണ്ട് BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ശബ്ദ സന്ദേശമായി ഞങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയക്കാം. അതുമല്ലെങ്കിൽ ഞങ്ങളെ നേരിട്ട് വിളിക്കാം. ഈ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ അഭിപ്രായങ്ങൾ പോരട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.